ഏകമരുന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ കാത്തു പരിപാലിച്ച ആവാൻ കൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും കർത്താവിൻ്റെ മാറി ചാരി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ കരുതുന്നവനാണ്, കൃപ തോന്നുന്നവനാണ്. കർത്താവ് പൂർണ്ണമായി വിശ്വസിച്ച് നമ്മളെ മുമ്പോട്ട് യാത്ര ചെയ്യുക. നമ്മുടെ ജീവിതമാകുന്ന ആ പടകിൽ നല്ല നാഥനായി നമ്മുടെ ദൈവം നമ്മളെ വഴി നടത്തും. അതാണ് ദൈവം തമ്പുരാൻ. കാറ്റും കോളുകളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതിൽ നിന്നെല്ലാം അമരത്തിരുന്ന് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവം കൂടെയിരിക്കും. അതുപോലെ ദൂതന്മാരെ കാവലിട്ടും രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. അതാണ് കണ്ണീർ തുമ്പം മനസ്സിരുന്ന് കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് കണ്ണുനീരിനെ മറികടക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതായത് നമ്മൾ ഓരോ വിഷയങ്ങൾ അത്രയ്ക്കും നമ്മൾ വിഷമം വരുമ്പോഴാണല്ലോ നമ്മൾ കരയുന്നത്. ഈ കരയുന്നത് ദൈവം കാണുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കർത്താവിൽ സന്തോഷിപ്പിന്നെ പിന്നെയും സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷത്തോടുകൂടി കർത്താവിൽ സന്തോഷിച്ച് നമ്മൾ ജീവിക്കുക. അത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ട്, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറന്നു കിട്ടും. യാചിക്കുന്ന ഏവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നതിന് കണ്ടെത്തും, മുട്ടുന്നതിന് തുറന്നു കിട്ടുന്നു. അപ്പോൾ അന്വേഷിക്കണം. അതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് വാതിൽ തുറന്നു തരുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അതാണ് ആ തുറക്കുന്ന വാതിൽ അടയ്ക്കുവാൻ വേറെ ആരെ കൊണ്ട് സാധിക്കത്തില്ല. അടയ്ക്കുന്ന വാതിൽ തുറക്കാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ ദൈവം നമുക്ക് തുറന്നു തരുന്ന വാതിൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ അതായത് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ് അതിനൊറ്റൊരു വാതിലേ ഉള്ളൂ. ആ വാതിൽ അടച്ചതാരാണ്? ദൈവമാണ്. എല്ലാ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വാതിൽ തുറന്നതാരാണ്? അത് ദൈവമാണ്. നോഹയോട് പറഞ്ഞതനുസരിച്ച് നോഹയാണ് ആ വാതിൽ തുറന്നത്. അപ്പം നോഹയുടെ കുടുംബം പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടണം. ആർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരണ്ടേ? അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. രക്ഷപ്പെട്ട് നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ എവിടെ ചെല്ലണം? നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ചെല്ലേണ്ടത്. അപ്പം അത് നമുക്ക് ഒരു നിത്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഞാൻ എന്നും പറയുന്നതാണ്, എല്ലാ കുഞ്ഞുങ്ങളും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തുകയാണ് ചെയ്യുന്നത്. വഴി ഇതാ എന്ന് പറഞ്ഞു തരുവാനായിട്ട്, ഒരു ഗൈഡൻസ് തരുവാനായിട്ട് ദൈവം നിങ്ങൾക്കായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുക. എന്നിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടുന്ന കാര്യം കറക്റ്റായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകി തരികയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളൊരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിൽ പോകുമ്പോൾ ഒരു അപകടം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ ആ വാഹനം ശരിക്കും ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഹനം അതുപോലെ നമ്മുടെ ജീവിതയാത്രയിലാകുന്ന വാഹനം, ഈ ശരീരമാകുന്ന വാഹനം കൊണ്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്താനായിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ ദൈവത്തിന് സാധിക്കും. രോഗത്തിൽ നിന്നും ആപത്തിൽ നിന്നും എല്ലാം വിടുതൽ തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് അതെപ്പോഴും ഇടിക്കും. എത്ര പ്രാവശ്യം ഇടിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ ദൈവം തമ്പുരാൻ നമുക്ക് ഉള്ളിൽ തന്നിരിക്കുന്ന ശ്വാസം നമ്മൾ എത്ര ശ്വസിക്കാനുള്ളത് അതിന് വല്ലതും നമ്മൾ പൈസ വല്ലതും കൊടുക്കണ്ട. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരാത്മാവിനെ ദൈവം തമ്പുരാൻ നൽകി തന്നിട്ടുണ്ട്. അത് മാത്രം മതി ദൈവത്തിന്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനെ നേടിയെടുത്തുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോവുക. എല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരും ഓർത്ത് അറിയത്തില്ലെങ്കിലും നിങ്ങളെല്ലാം സമർപ്പിച്ചാൽ പ്രാർത്ഥിച്ചോളാം. നിങ്ങളായിരിക്കുന്നിടത്ത്
കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.